ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? എൻ്റെ മാമൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴേ എൻ്റെ മേമന്മാരെ 2 ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നു വിട്ടിട്ടുണ്ട്. ഒരെണ്ണം കറി വയ്ക്കാനും ഒരെണ്ണം ഫ്രൈ ചെയ്തിട്ട് വാഴയിലിൽ പൊള്ളിക്കാനാണ് കേട്ടോ ഞങ്ങളുടെ പ്ലാന്. ഇപ്പം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫിഷിൻ്റെ പേര് കറക്റ്റ് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിലോപ്പിയാണോ ഫിലോപ്പിയാണോ എന്തെന്നെയായാലും അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെ, പണ്ട് മുതലേ ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും ബന്ധുക്കളെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ കാണാറുണ്ട് കേട്ടോ. അതൊരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത്. അന്നും ഇന്നും ഒരേപോലെ അത് നിലനിന്ന് പോകുന്നുണ്ട്. ഞാനിങ്ങനെ സംസാരിക്കുന്നതിനിടയിലേ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മസാല അവിടെ സെറ്റാക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും ഇതെല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ മിക്സ് ആക്കണം. ഇനി വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സാക്കി വരഞ്ഞ് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഈ കാണുന്ന മസാലക്കൂട്ടിനൊപ്പം കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഞങ്ങളിപ്പോൾ ചേർക്കുന്നില്ല. മസാലയെല്ലാം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മറ്റൊരു പ്ലേറ്റിലോട്ട് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഈ മസാലയൊക്കെ ഒന്നും കൂടി പിടിക്കും. ഫിഷിൽ മസാലയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് കറി വെക്കാനുള്ള ഫിഷ് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കിത് ചട്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പച്ചക്കറി ഐറ്റംസൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. അമ്മ മീൻകറി വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. മാമൻ്റെ വീട്ടിൽ നിന്ന് വന്ന വിഷമം, പിന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ കയറി വന്നപ്പോൾ വിശന്നിട്ടുള്ള വിഷമം എല്ലാം കൂടി അമ്മയുടെ മൂടത്ര ശരിയല്ല. പിന്നെ ഞാനിവിടെ നിങ്ങൾക്ക് കുടംപുളി കാണിച്ചു തരാം കേട്ടോ. ഈ കറിയിലോട്ട് 4 കുടംപുളി ഇട്ടിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സവാള ഇതൊക്കെയാണ് ഇതിൽ എടുക്കണത് കേട്ടോ. തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കണത്. അതുകൊണ്ട് തന്നെ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പം അരയ്ക്കാൻ നിൽക്കുന്ന നേരത്ത് അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ട. അതിനിടയിൽ എന്നെ ഉപദേശിക്കുന്നുണ്ട്, വല്ലതും എടുത്ത് കഴിച്ച് വിശപ്പൊന്ന് അടക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. 2 പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു പഴം അമ്മയ്ക്കും കൊടുത്തു, ഒരു പഴം ഞാനും കഴിച്ചു. തൽക്കാലം ഒന്ന് വിശപ്പ് അടക്കിയതിന് ശേഷം വെണ്ണ പോലെ അരച്ച പേസ്റ്റ് നേരെ ചട്ടിയിലോട്ട് ഒഴിച്ചു. ഇനി നല്ല നാടൻ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈവച്ച് ഇതെല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം അരപ്പ് ചേർത്ത അതേ പാത്രത്തിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് അതും കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. മീൻകറി വയ്ക്കുമ്പോഴേ പല സ്ഥലത്തും പല രീതിയിലും പല രുചിയിലായിരിക്കും കേട്ടോ മീൻകറി ഉണ്ടാവുക. എൻ്റെ വീട്ടിൽ ഈ ഒരു രീതിയിലാണ് മീൻകറി വയ്ക്കാറുള്ളത്. അതും കുടംപുളി ചേർത്ത തേങ്ങ അരച്ച മീൻകറി. എത്ര കഷ്ണം മീൻ ചേർക്കുന്നു, എത്ര അളവിൽ മീൻ ചേർക്കുന്നു എന്നതനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് നമ്മൾ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അരപ്പിൻ്റെ കണക്കും അതനുസരിച്ചായിരിക്കണം കേട്ടോ. സ്റ്റൗ ഓണാക്കി കറിച്ചട്ടി വെച്ച് കറി നല്ല രീതിയിൽ തിളച്ചു വന്നതിന് ശേഷം ആവശ്യാനുസരണം കഷ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഒരു മീൻ അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മീൻകറി അവിടെ കിടന്ന് തിളച്ച് മീനൊക്കെ വേകുന്നത് വരെ നമുക്കിവിടെ വേറൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ. മീൻ പൊള്ളിക്കാനുള്ള ഐറ്റംസ് ഇവിടെ കട്ട് ചെയ്ത് വെക്കണം. അതിന് കറിവേപ്പില, തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മീൻകറി അവിടെ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി മൂപ്പിക്കണം. ചെറിയുള്ളി കുഞ്ഞു കുഞ്ഞിയ പീസുകളായി മൂപ്പിച്ചിട്ട് ഈ മീൻകറിയിലോട്ട് ഒഴിക്കണം. ഇപ്പോൾ ദേ നമ്മുടെ മീൻകറി ഇവിടെ ഡബിൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ചാറൊക്കെ കൂട്ടാനായിട്ട്. ഇവിടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഈ മീൻ മാത്രം ഇവിടെ കിട്ടാറില്ല കേട്ടോ. പിന്നെ ആ മൂപ്പിച്ച അതേ പാത്രത്തോട്ട് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ വറുത്തെടുക്കുകയാണ്.
മീനിന്റെ രണ്ട് വശവും നല്ലതുപോലെ മുരിച്ചെടുക്കുക. ഓവറായിട്ട് മുരിയാൻ പാടില്ല. നമ്മൾ ഒരു പീസ് എടുക്കുമ്പോൾ സുഖമായിട്ട് പറഞ്ഞു പോരണം. ആ രീതിയിൽ വേണം നമ്മളത് മൊരിച്ചെടുക്കണമെങ്കിൽ. പിന്നെ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മസാല ഒക്കെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അമ്മ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ അരിഞ്ഞതിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള തിരക്ക് കാരണം കൊണ്ട് ഭംഗിയൊന്നും നോക്കാൻ നിന്നില്ല. വേഗം ചടപടേന്നാണ്. ഫ്രൈ ചെയ്ത അതേ പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ കുറച്ച് എണ്ണ മാത്രം വെച്ച് ബാക്കി മാറ്റി വെച്ച് അതിലോട്ട് ഈ തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകുട്ടനെ പൊതിഞ്ഞെടുക്കാനുള്ള മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതേ സ്റ്റൗവില് ഒരു വാഴയില വെട്ടി കൊണ്ടുവന്ന് അത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ വാട്ടിയെടുത്ത വാഴയിലെ ഈ മസാലയൊക്കെ നിരത്തി വെച്ച് കൊടുത്ത് മീനും അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മീനിന്റെ മുകളിലും കുറച്ച് മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരെ ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കടന്നു. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാഴയുടെ നാര് കൊണ്ട് നല്ല പോലെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും. പിന്നെ വീട്ടിലൊരു പഴയൊരു പാൻ ഉണ്ടെങ്കിൽ സ്റ്റൗ ഓണാക്കി ആ പാൻ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് ചെറു തീയിട്ടിട്ട് ഇതൊന്ന് പൊള്ളിച്ചെടുക്കണം. വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ പാനിൽ. ഇപ്പോൾ ഇതേ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി മീൻ പൊള്ളിച്ചതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. പിന്നെ 2 പ്ലേറ്റ് ചോറ് അമ്മ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻകറി ഇതേ ഇപ്പം കൊണ്ടുപോയിക്കും കേട്ടോ. വാട്ടിയ വാഴയുടെ ഇലയിൽ ഈ മീൻ വെച്ച് പൊള്ളിച്ചപ്പോൾ തന്നെ പ്രത്യേക ഒരു സ്മെല്ല് വന്നു കേട്ടോ. ആ പൊതി അങ്ങോട്ട് തുറന്നപ്പോൾ പിന്നെ പറയാനും വയ്യ. ഒരു പീസ് എടുക്കാൻ നോക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു മസാലയ്ക്കും മീനിനും. പിന്നെ നല്ല സോഫ്റ്റായി കാരണം തൊടുമ്പോഴേക്കും പീസ് ഇങ്ങോട്ട് പോന്നു കേട്ടോ. അമ്മയ്ക്ക് ആദ്യം വെച്ച് നീട്ടി. അമ്മ പറഞ്ഞു ആദ്യം എന്നോട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. പിന്നെ ഒരു പീസ് എടുത്ത് ഞാൻ വായിലോട്ട് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ടേസ്റ്റ് അപാരമായിരുന്നു.
ഫ്രഷ് മീനായത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീനൊക്കെ. പിന്നെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. പക്ഷെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അമ്മയ്ക്കും കൂടി കൊടുക്കണ്ടേ. അപ്പോൾ ദേ അമ്മയ്ക്കൊരു പീസ് വെച്ച് നീട്ടി. ബാക്കി പിന്നെ അമ്മയുടെ എക്സ്പ്രഷനിൽ കാണാം കേട്ടോ. പിന്നെ ഒരു പെങ്ങിക്ക് കുറച്ച് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. നാരങ്ങ ഒരു പീസ് എടുത്ത് മീനിൽ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുത്തു. പിന്നെ ഒരു പീസ് സവാള എടുത്തു. എന്നിട്ട് ഫിഷും കൂടി ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ. അപാര ടേസ്റ്റ് ആയിരുന്നു. അമ്മയ്ക്കും കൊടുത്തു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ മീൻ പൊള്ളിച്ച വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായാലേ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.